സിനിമ ഷൂട്ട് നടക്കുന്നതിനിടയിൽ ചിത്രീകരിച്ച ഭാഗത്തിന് സമാനമായ സംഭവം നാട്ടിൽ സംഭവിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഇത്തരമൊരു സംഭവം ഉണ്ടായത് ചെറുകര ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ആരവൻ എന്ന ചിത്രത്തിന്റെ അണിയറ ശില്പികളെ അമ്പരപ്പിച്ചു. കിടങ്ങൂർ പുന്നത്തർ സ്വദേശിയായ മനോജ് ചെറുകര നിർമ്മിച്ച് സുധീഷ് കോശി കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആരവൻ എന്ന മലയാള ചലച്ചിത്രത്തിന്റെ ചിത്രീകരണം ഇടുക്കി ജില്ലയിലെ വെൺമണി, മലയണ്ണാമല, മക്കൊള്ളി പ്രദേശങ്ങളിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സീൻ കഴിഞ്ഞ മെയ് 22, 23, 24 തീയതികളിൽ മലയുടെ മുകളിൽ ഒരു സെമിത്തേരിയുടെ സെറ്റിട്ട് ചിത്രീകരിക്കുകയുണ്ടായി. കഥയിലെ നിർണായകമായതും സസ്പെൻസ് നിറഞ്ഞതുമായ ഒരു സീനാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത സീനിന് സമാനമായ ഒരു സംഭവമാണ് കണ്ണൂർ ജില്ലയിൽ വാണിയമ്പാറ പള്ളിയിൽ ഉണ്ടായത്. ഒരു മൃതദേഹം അടക്കം ചെയ്യുവാൻ കല്ലറ തുറന്നപ്പോൾ പായിൽ പൊതിഞ്ഞ് മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ച വാർത്ത ജനങ്ങളിൽ ഞെട്ടൽ ഉളവാക്കിയിരുന്നു. സിനിമയിൽ ചിത്രീകരിച്ച സംഭവം യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് യാദൃച്ഛികമെങ്കിലും അത്ഭുതകരമായത്. കഴിഞ്ഞ മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയായിരുന്നു ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഞങ്ങൾ ആ ഷെഡ്യൂൾ പൂർത്തിയാക്കി ആരവലിലെ പ്രധാനപ്പെട്ട ഒരു സീൻ ഉൾപ്പെടെ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു വാർത്ത വരുന്നത്. കണ്ണൂർ ജില്ലയിലെ വാണിയമ്പാറ എന്ന സ്ഥലത്തെ ഒരു പള്ളിയിൽ ഒരു കല്ലറയിലുണ്ടായ സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. എന്താണോ വാണിയമ്പാറ പള്ളിയിലെ കല്ലറയിൽ ഉണ്ടായത് അത് തന്നെയാണ് ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചത്. എഴുതിയ എന്നെ അത്ഭുതപ്പെടുത്തിയതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ DOP, എൻ്റെ ക്രൂ എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എന്താണോ ഷൂട്ട് ചെയ്തത് അത് തന്നെ വാണിയമ്പാറ കല്ലറയിൽ സംഭവിച്ചിരിക്കുന്നു. ആരവൻ എന്ന ഞങ്ങളുടെ സിനിമ വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റാണ് പറയാൻ ശ്രമിക്കുന്നത്. വരുന്ന ഒക്ടോബർ മാസത്തിൽ ഞങ്ങളുടെ ഈ പടം റിലീസ് ചെയ്യും. വാണിയമ്പാറ കല്ലറയിലുണ്ടായ സംഭവം പുറത്തു വരുന്നതിന് മുമ്പ് ആരവനിൽ അതെങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ കാണണം. ഞങ്ങളുടെ സിനിമയെ വിലയിരുത്തണം. യഥാർത്ഥ സംഭവം തന്നെ സിനിമയാക്കുന്നതും സിനിമയിലെ സീനുകൾ വലിയ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണയാകുന്നതും പലപ്പോഴും ഉണ്ടാകാറുണ്ടെങ്കിലും സിനിമ ഇറങ്ങുന്നതിന് മുൻപ് അതിലെ സീൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപൂർവ സംഭവമാണ്. കഥാകാരന്റെ ഭാവനയിൽ വിരിഞ്ഞ സംഭവം ചിത്രീകരണത്തിന് ശേഷം മാത്രമാണ് വാണിയമ്പാറ സംഭവം ഉണ്ടായത്. വാണിയമ്പാറ സംഭവം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിനിമയിലെ ഒരു ഭാഗം യഥാർത്ഥ സംഭവമായി മാറിയത് അണിയറ പ്രവർത്തകർക്കും അത്ഭുതമായെന്ന് സംവിധായകൻ സുധീഷ് കോശിയും നിർമ്മാതാവ് മനോജ് ചെറുകരയും പറഞ്ഞു.